നവവധുവിനെ ആഭിചാരക്രിയയുടെ പേരിൽ പീഡിപ്പിച്ച ഭർത്താവും മന്ത്രവാദിയുമടക്കം 3 പേർ അറസ്റ്റിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ IAS ചുമതലയേൽക്കും. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈക ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. മദ്യം കുടിപ്പിച്ച് ബീഡി വലിപ്പിച്ചും നവവധുവിനെ ആഭിചാരക്രിയയുടെ പേരിൽ പീഡിപ്പിച്ച ഭർത്താവും മന്ത്രവാദിയുമടക്കം 3 പേർ അറസ്റ്റിൽ. കോട്ടയം പെരുന്തുരുത്തിയിൽ ആയിരുന്നു സംഭവം. ദുരാത്മാക്കളെ ഒഴിപ്പിക്കാനെന്ന വ്യാജേനയായിരുന്നു ആഭിചാരക്രിയ. യുവതിയുടെ ഭർത്താവ് മണ്ണർകാട് തിരുവഞ്ചൂർ കൊട്ടരിക്കുന്നേൽ അഖിൽദാസ്, ഇയാളുടെ പിതാവ് ദാസ്, പെരുന്തുരുത്തി ഭാഗത്ത് പന്നിക്കുഴി മാടാച്ചിറ വീട്ടിൽ കുട്ടന്റെ മകൻ ശിവദാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ IAS ചുമതലയേൽക്കും. ദീർഘകാലം ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായി ചുമതല വഹിച്ചിട്ടുള്ള ജയകുമാർ 2 തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട്. കൂടാതെ ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ RSS ഗണഗീതം പാടുന്ന വീഡിയോ പങ്കുവച്ച് സതേൺ റെയിൽവേയുടെ ഔദ്യോഗിക പേജിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളും 2 പേരുമാണ് ഗണഗീതം ആലപിക്കുന്നത്. കുട്ടികൾക്ക് മാതൃകയാകേണ്ട വേദികളിൽ ആരോപണ വിധേയരായ വ്യക്തികൾ സ്വയമേവ വിട്ടുനിൽക്കുന്നതാണ് ഉചിതമെന്ന്, ഭാവിയിൽ ഇത്തരം സാഹചര്യം ഉണ്ടാകില്ലെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തോട് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ICC ചെയർമാനും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുമായ ജയ് ഷായ്ക്കെതിരെ വിമർശനവുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എങ്ങനെ ബാറ്റ് പിടിക്കണമെന്ന് പോലും അറിയാത്ത ജയ് ഷായാണ് ഇന്ന് ICCയെ നയിക്കുന്നതെന്നും അങ്ങനെയുള്ള ഒരാളാണ് ക്രിക്കറ്റിലെ എല്ലാം നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജമ്മു കശ്മീരിലെ കുപ്വാരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ച് സൈന്യം. കേരള സെക്ടറിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരാണ് കൊല്ലപ്പെട്ടത്. നിയന്ത്രണ രേഖയിൽ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ തിരച്ചിലിലാണ് സൈനികർ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയത്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ മാലിയിൽ 5 ഇന്ത്യൻ പൗരന്മാരെ തൊഴിൽ സ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയി. പടിഞ്ഞാറൻ മാലിയിലെ കോബ്രയിലാണ് സംഭവം. ഒരു സംഘടനയും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അൽ-ഖൈദ, IS ബന്ധമുള്ള സംഘടനകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയും കർമ്മലീത നിഷ്പാദുക 3ാം സഭ സ്ഥാപകയുമായ മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. വലാർപാടം ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ മലേഷ്യയിലെ പെനാങ് രൂപത അധ്യക്ഷൻ കർദിനാൾ ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MR രഘുചന്ദ്രപാൽ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി പുലർച്ചെയായിരുന്നു അന്ത്യം. 1991 കരുണാകരൻ മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്നു. 1980 കോവളത്ത് നിന്നും 1991 പാറശാലയിൽ നിന്നും നിയമസഭയിലെത്തി. ജനൈക ഓൺലൈൻ മോജ് ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.